ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19 അധ്യായത്തിന്റെ 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. യേശുവിന്റെ ക്രൂശിനരികെ അവന്റെ അമ്മയും അമ്മയുടെ സഹോദരി ക്ലെയോപ്പ, അവന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തന്റെ അമ്മയും താൻ സ്നേഹിച്ച ശിശു നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ അധികമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, വാഴ്ത്തപ്പെട്ട പൊന്നു ദൈവമേ, ഈ നല്ല ദിവസത്തിൻ്റെ രാവിലെ സമയത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ദൈവവചന ചിന്തയ്ക്കായിട്ട് ഞങ്ങളെ അവിടുന്ന് പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുറവുകളും കുറ്റം ഞങ്ങളോട് ക്ഷമിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ബലഹീനായ അടിയനെ കർത്താവേ, ഈ തിരുവചനം സംസാരിപ്പാൻ തുടർന്ന് ശക്തനാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഏവരെയും കൂടി വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും അവിടുത്തെ തൃക്കരങ്ങൾ സമർപ്പിക്കുന്നു. യേശു മിശിഹായുടെ ധന്യമായ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമീൻ. നമ്മളിപ്പോൾ വായിച്ച് കേട്ട ഭാഗം, കാൽവറിയിൽ ക്രൂശിൽ യേശുവിനെ ക്രൂശിച്ച ശേഷം ആ മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത് ആ കാൽവറിയിൽ ക്രൂശിൽ കിടന്ന് യേശു പറയുന്ന തൻ്റെ മാതാവിനെ കുറിച്ചുള്ള വലിയ കരുതലിന്റെ സന്ദേശമാണ് നാം ഇപ്പോൾ വായിച്ച് കേട്ടത്. യേശു മാതാവിനോട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിന്റെ അമ്മയെന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. ആ വലിയ കരുതലിന്റെ സന്ദേശമാണ് നമ്മൾ ഇപ്പോൾ ഇവിടെ കേട്ടത്. വീണ്ടും നമ്മുടെ ധ്യാനത്തിൽ കാൽവറിയിലേക്ക് നാം വരികയാണ്. എന്താണ് ആ സ്ഥലത്തിന്റെ പ്രത്യേകത എന്നും ചിന്തിക്കണം. സകല പൂർവിക പ്രവചനങ്ങളും സാക്ഷാത്കരിക്കപ്പെട്ട സ്ഥലമാണ് ഈ കാൽവറി. മനുഷ്യവർഗത്തിന്റെ പാപം കഴുകിക്കളയുവാൻ രക്തം ചീന്തിയ പുണ്യ സങ്കേതമാണ് ഈ കാൽവറി. അവിടെ വെച്ച് ലോകരക്ഷകൻ ഏവരെയും തന്റെ അടുക്കിലേക്ക് വരുവാൻ ക്ഷണിക്കുകയാണ്. നിത്യജീവന്റെ സന്തോഷം അനുഭവിക്കുന്നതിന് വേണ്ടിയാണ് ഈ വലിയ ക്ഷണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 3:16 പറയുന്നു, തന്നിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ അവകാശികളായി തീരുമെന്ന് കർത്താവ് നമ്മെ പഠിപ്പിച്ചത് ഈ സമയം നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഈ ക്രൂശിൽ കിടന്നുകൊണ്ട് കർത്താവിൻ്റെ ഒന്നാമത്തെ മൊഴി എന്ന് പറയുന്നത് തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി മോചനം വരുന്നുകൊണ്ടുള്ളതാണ്. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23:34 പറയുന്നു, യേശു പറയുന്നു, പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് അറിയാകിയാൽ ഇവരോട് ക്ഷമിക്കണമേ. വേദനയുടെ പാരമ്യതയിൽ രക്തം വാർന്നൊലിച്ച് മരണത്തോട് മല്ലടിക്കുമ്പോൾ തന്നെ ദ്രോഹിച്ചവരോട് ക്ഷമിക്കണമെന്ന് പറയുന്ന കർത്താവിനെയാണ് നമുക്ക് ഈ ക്രൂശിൽ കാണുവാൻ കഴിയുന്നത്. രണ്ടാമതായിട്ട്, 2 കള്ളന്മാരുടെ നടുവിൽ യേശുവിനെ ക്രൂശിക്കുമ്പോൾ തന്നോട് അനുദപിച്ച ആ കള്ളന് പ്രതീക്ഷ വാഗ്ദാനം ചെയ്യുന്ന കർത്താവിനെയാണ് നമുക്ക് ലൂക്കോസിന്റെ സുവിശേഷം 23:40 കാണുവാൻ കഴിയുന്നത്. ഇന്ന് നീ എന്നോടുകൂടെ പരദീസായിരിക്കും എന്ന് ഞാൻ സത്യമായി നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ടാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ട പ്രിയ മാതാവിനോടുള്ള കരുതൽ. വിരഹയാർദ്ദയായ മാതാവിനെ ഭരമേൽപ്പിക്കുന്നതായിട്ടുള്ള ഭാഗം. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിശു നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിന്റെ മകനെന്ന അമ്മയോട് പറയുന്നതായിട്ടുള്ള ഭാഗം. തൻ്റെ വേദനയുടെ പാരമ്യതയിൽ പിതാവിനോടുള്ള അപേക്ഷയാണ് നാലാമതായി നമുക്ക് കേൾക്കുവാൻ കഴിഞ്ഞത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 27:46 പറയുന്നു, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എന്നെ കൈവിട്ടത് എന്ത്. ആ പിതാവിനോട് വളരെ വേദനയോടുള്ള ഒരു അപേക്ഷയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. അഞ്ചാമതായിട്ട്, സമീപത്ത് നിൽക്കുന്നവരോട് ദാഹജലം അഭ്യർത്ഥിക്കുന്നതാണ്. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:28 പറയുന്നു, അതിന്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവർത്തിയാകും തക്കവണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. ആറാമതായിട്ട് നാം കണ്ടത് വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 19:30 പറയുന്നു, സ്വർഗത്തോടും ഭൂമിയോടും പ്രപഞ്ചം മുഴുവനും നടത്തുന്ന വലിയ ഒരു പ്രഖ്യാപനമാണ്. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞ് തലചായ്ച്ച് ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാണ് ആറാമത് നമുക്ക് കേട്ടത്. ഏഴാമതായിട്ട് വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 23:46 പറയുന്നു, ദൈവപിതാവേ, ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ പരമേൽപ്പിക്കുന്നു.
പിതാവിൻ്റെ കരങ്ങളിലേക്ക് എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നതായുള്ള അവസാന മൊഴിയാണ് 7ാമത്തെ മൊഴി. ഈ പരമേൽപ്പിക്കുക എന്ന് പറയുന്നത് യഹൂദ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയല്ല. അവരുടെ ഓരോ ദിവസവും അവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന പ്രാർത്ഥനയാണ്. ഓരോ ദിവസം ഉറങ്ങാൻ പോകുന്നതിന് മുൻപ് സങ്കീർത്തനം 31:5 പറയുന്നു, നിന്റെ കയ്യിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പരമേൽപ്പിക്കുന്നു. ഇതോടൊപ്പം കർത്താവ് പിതാവിനോട് അപേക്ഷിക്കുന്ന ഭാഗമാണ് നമ്മൾ കേട്ടത്. പിതാവേ, എൻ്റെ ആത്മാവിനെ തൃക്കൈകളിൽ പരമേൽപ്പിക്കുന്നു എന്നുള്ളത്. ഇതാ കാൽവറിയിലെ രംഗം നമ്മൾ കാണുക. ഒന്നിന് മുകളിൽ 3 കുരിശുകൾ, കൂറ്റൻ കുരിശുകൾ ചക്രവാളത്തെ ഭേദിച്ച് ആകാശത്ത് തലയുയർത്തി നിൽക്കുകയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തു ലോകത്തിന്റെ പാപം വഹിക്കുന്ന ദൈവകുഞ്ഞാട് മധ്യത്തിലുള്ള കുരിശിൽ രക്തം വാർന്ന് കിടക്കുകയാണ്, വേദനയോടെ കൂടി കിടക്കുകയാണ്. പുരുഷാരം ആക്ഷേപശരങ്ങൾ ചൊരിയുന്നു, പടയാളികൾ ചൂതുകളിൽ വ്യാപരിക്കുന്നു. പുരോഹിതന്മാരും മതനേതാക്കന്മാരും അവരുടെ പദ്ധതി വിജയിച്ചുള്ള ആനന്ദ ലഹരിയിൽ കഴിയുന്നു. സൂര്യൻ അതിന്റെ രശ്മികളെ അണച്ച് നിശ്ചലമായി നിൽക്കുകയാണ്. കുരിശിൽ പ്രാണവേദനയോടെ യേശു താഴേക്ക് നോക്കുന്നു. കുരിശിന് സമീപം അധികം അകലത്തല്ലാതെ നിൽക്കുന്ന അമ്മയെ കണ്ടു. അമ്മയുടെ അടുത്ത് നിൽക്കുന്ന അരുമ ശിഷ്യനെയും കണ്ടു. അപ്പോൾ അമ്മ കേൾക്കുവാൻ തക്കവണ്ണം ശബ്ദമുയർത്തി, സ്ത്രീയെ, ഇതാ അവിടുത്തെ മകൻ. ഇനിമേൽ അമ്മയുടെ മകനായി ഈ ശിഷ്യനെ അംഗീകരിക്കുക. അന്നു മുതൽ യോഹന്നാൻ മറിയാമിനെ സവിശേഷമായ സ്നേഹത്തോടെ സ്വീകരിച്ച് ആദരിക്കുകയുണ്ടായി. ക്രൂശിൻ ചുവട്ടിൽ നിൽക്കുന്ന മാതാവ് ഇനിയാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. വ്യാകുല മാതാവിന്റെ സ്ഥാനം ക്രൂശിന്റെ ചുവട്ടിലാണ്. മറിയം ജീവിതത്തിലുടനീളം ദുഃഖവും മാനസിക സംഘർഷവും അനുഭവിച്ചിരുന്നു. കേവലം കൗമാര പ്രായത്തിലാണ് ഗബ്രിയേൽ മാലാഖയുടെ സന്ദേശം ലഭിച്ചത്. ദൈവഗതത്തിന് സമ്പൂർണമായി സമർപ്പിച്ച ജീവിതം അപവാദവും പരിഹാസവും ഉയർന്നു വരാമെന്നായിരുന്നു. പ്രസവ സമയമായി തൻ്റെ കുഞ്ഞിനെ പ്രസവിക്കുവാൻ ഇടമില്ല. എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ടു. അവസാനം പുൽത്തൊട്ടിയിലാണ് അതിനൊരു അവസരം ലഭിച്ചത്. ജനിച്ച് അധിക നാൾ കഴിയും മുമ്പ് ഭരണാധികാരികളുടെ ഭീഷണി വന്നു. പരദേശത്തേക്ക് പലായനം ചെയ്യേണ്ടതായിട്ട് വന്നു. ആപത്ത് നീങ്ങിയപ്പോൾ തിരിച്ചു വന്നു. യേശുവിന്റെ പരസ്യ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ വേദനാജനകമായ അനുഭവമാണ് ഈ പ്രിയ അമ്മയ്ക്ക് അനുഭവിക്കേണ്ടി വന്നത്. മതമേധാവികളോടും ജനനേതാക്കളും യേശുവിനെ എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തു. ദോഷാരോപണങ്ങൾ ഉയർത്തി അപമാനിക്കുവാനായിട്ട് ശ്രമിച്ചത് നമുക്ക് കാണുവാൻ കഴിയും. യേശുവിനെ കർത്താവിൽ സമർപ്പിക്കുന്നതിനായി നീതിമാനായ ശിമിയോന്റെ അടുക്കലേക്ക് കൊണ്ടുവന്ന ഭാഗം ലൂക്കോസ് 2:35 നാം വായിക്കുന്നു. അപ്പോൾ നീതിമാനായ ശിമിയോൻ യേശുവിനെ കർത്താവിനെ കണ്ടതിന് ശേഷം മരിക്കണമെന്ന് ആഗ്രഹിച്ച ആ പ്രവചനം അവിടെ നിവൃത്തിയാകുന്നതിലുള്ള സന്തോഷത്തിൽ ശിമിയോൻ പറയുകയാണ്, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് മറിയോട് പറയുന്ന വലിയ വാക്കുകൾ നാം ഈ ഭാഗത്ത് വായിക്കുന്നു. മൂർച്ചയേറിയ ഒരു വാൾ കണക്കെ തീവ്രമായ ദുഃഖം നിന്റെ ഹൃദയത്തെ പിളർക്കുമെന്ന് ആ ശിമിയോൻ പറഞ്ഞത് ഇവിടെ പ്രാവർത്തികമാക്കുകയായിരുന്നു. ഇപ്പോഴത്തെ ആ മരക്കുരിശിൽ 3 ആണികളിൽ മേൽ സ്വന്തം മകൻ മരിക്കുന്നത് ഈ അമ്മ കാണുകയാണ്. യേശുവിന്റെ നെറുകയിൽ ആദ്യം ഉമ്മ വെച്ചത് ആ അമ്മയായിരിക്കും. ആ നെറ്റിയിലാണ് ഇപ്പോൾ മുൾക്കിരീടം വെച്ചിരിക്കുന്നത്. ഈ അമ്മ കാണുന്ന കരങ്ങളിൽ ആദ്യം പിടിച്ചു നടത്തിയത് ഈ അമ്മയാണ്. ആ കരങ്ങളിൽ ഇരുമ്പാണികൾ തറച്ച് ചോര ഒലിക്കുന്നത് കണ്ട് ഇടനെഞ്ചു പൊട്ടി നിൽക്കുകയാണ് ആ അമ്മ. കുഞ്ഞ് ജനിച്ചപ്പോൾ ഏറ്റവും ആഹ്ലാദിച്ചു. ഇപ്പോൾ ഒരു കൊലയാളിയെ പോലെ യേശു മരണത്തെ അഭിമുഖീകരിക്കുന്നു ഈ അമ്മ കാണുകയാണ്. യേശുവിനെ സ്നേഹിച്ചവരെല്ലാം ഓടിപ്പോയി. എതിരാളികൾ അവന്റെ രക്തത്തിന് വേണ്ടി മുറവിളി കൂട്ടുകയാണ്. വത്സല്യനിധിയായ അമ്മ അവിടെ വൈരഗതിയായി നിൽക്കുന്ന അതുല്യമായ മാതൃസ്നേഹത്തിന്റെയും തീവ്രമായ മാതൃസ്നേഹത്തിന്റെയും വലിയ വിശ്വസ്തയുടെയും അടയാളമായി ഈ അമ്മയെ നമുക്ക് കാണുവാൻ കഴിയും. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന മറ്റാരൊക്കെയാണെന്നറിയാമോ? യേശുവിന്റെ ക്രൂശിനരികെ അമ്മന്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിന്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നതായിട്ട് നമ്മളോട് വായിക്കുന്നുണ്ട്. യോഹന്നാൻ 4:18 പറയുന്നു, സ്നേഹത്തിൽ ഭയമില്ല.
ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയും. പടയാളികളും യഹൂദ പ്രഭുക്കന്മാരും പരീശന്മാരും യേശുവിനെ ഉപദ്രവിക്കുന്ന എല്ലാ ഭരണാധികാരി വർഗങ്ങളും അവിടെ നിൽക്കുമ്പോൾ ഭയരഹിതയായി ഈ പ്രിയ അമ്മ അവിടെ നിൽക്കുകയാണ്. അതാണ് യോഹന്നാൻ 4:12 പറയുന്നത്, സ്നേഹത്തിൽ ഭയമില്ലാതെ ഈ അമ്മ ക്രൂശിന്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ക്രൂശിൽ കിടക്കുന്നതായ പുത്രനെ കാണുന്നതായ ഈ അമ്മ ഭയരഹിതയായി അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ടാണ് യേശു മാതൃ സംരക്ഷണം യോഹന്നാനെ ഏൽപ്പിച്ചു എന്ന് നാം ചിന്തിക്കണം. യേശുവിന്റെ അരുമ ശിഷ്യനായിരുന്നു യോഹന്നാൻ. ബോൺ ഗോഫർ എന്ന് പറയുന്ന ജർമ്മൻ വേദശാസ്ത്രജ്ഞൻ യേശുവിനെ വിശേഷിപ്പിക്കുന്നത് ജീസസ് ദ മാൻ ഫോർ അതേഴ്സ്. യേശു മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളൊരു മനുഷ്യനായിരുന്നു എന്നുള്ളതാണ്. എഫെസ്യർ 6-ാം അധ്യായത്തിന്റെ 1 മുതൽ 2 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് ശ്ലീഹ ഇപ്രകാരം പറയുന്നു: മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, അത് ന്യായമല്ല. നിനക്ക് നന്മയുണ്ടാവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിന്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നതാണ് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് പറയുന്നത്. നമ്മുടെ 10 കൽപ്പനകളിൽ മധ്യത്തിൽ 5-ാമത്തെ കൽപ്പനയും പറയുന്നത് മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക എന്നുള്ളതാണ്. നമ്മുടെ കാലം ചെയ്ത ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനി, ഭാഗ്യസ്മരണാർഹനായ ഗീവർഗീസ് മാർ അത്തനേഷ്യസ് തിരുമേനി ഒരിക്കൽ മരൗണ്ട് കൺവെൻഷനിൽ ഇപ്രകാരം മാതാവിനെ കുറിച്ച് പ്രസംഗിക്കുകയുണ്ടായി. പള്ളിമണി അടിക്ക് മുമ്പ് അടുക്കളയിലെ പാത്രങ്ങളോടും തവികളോടും സംസാരിക്കുന്ന ഒരു ജീവനുണ്ട് വീട്ടിൽ. വിളമ്പിക്കൊടുക്കുമ്പോൾ തനിക്ക് തികയാതെ വരുമ്പോൾ എനിക്കതിഷ്ടമില്ല എന്ന് ഊതി വീതിച്ചു കൊടുക്കുന്ന ഒരു ജന്മമുണ്ട് വീട്ടിൽ. പരിഭവങ്ങളില്ലാതെ പവിത്രമായ സ്നേഹം പറഞ്ഞു തന്ന ഒരു നനഞ്ഞ പൂവുണ്ട് വീട്ടിൽ. മുറ്റത്തെ ചെടികളുടെയും തൊടിയിലെ ചെറുമരങ്ങളുടെയും ദാഹം തീർക്കുന്ന കർഷകശ്രീ അവാർഡ് കിട്ടാത്ത ഒരു മകളെയുണ്ട് വീട്ടിൽ. ഭർത്താവും മകളും ഉറങ്ങിയതിനു ശേഷം ഉറങ്ങി. അതിരാവിലെ അലാറം അടിക്കുന്നതിന് മുൻപേ ഉണരുന്ന ഒരു ശരീരമുണ്ട് വീട്ടിൽ. അടുക്കളയിലെ ചൂടും ചൂരും നുകർന്ന് ശുദ്ധവായു ശ്വസിക്കാൻ മറന്നുപോയ ഒരു മറവിക്കാരിയുണ്ട് വീട്ടിൽ. പുറത്തുപോയവർ മടങ്ങി വരും വരെ ഉള്ളിൽ തീ നിറച്ച് കാത്തിരിക്കുന്ന ഒരു ഹൃദയമുണ്ട് വീട്ടിൽ. സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിക്കാതെ പോയ ഒരു മദർ തെരേസയുണ്ട് വീട്ടിൽ. പത്രാസ് കാണിക്കാൻ മറന്നുപോയ ഒരു നിലവിളക്കുണ്ട് വീട്ടിൽ. സ്വയം ശ്രദ്ധിക്കാൻ മറന്ന് മറ്റുള്ളവരെ പരിപോഷിപ്പിച്ച് എല്ലും തോരുമായ ഒരു നനഞ്ഞ ജീവിതമുണ്ട് വീട്ടിൽ. പകയില്ലാത്തത് കൊണ്ടാവണം പ്രോഗ്രസ് കാർഡിൽ ഒപ്പുവെക്കുവാൻ അപ്പ വന്നാൽ മതി എന്ന് മക്കൾ പറയുമ്പോൾ സ്വയം കണ്ണാടിയിൽ നോക്കി കരയുന്ന ഒരു പാവമുണ്ട് വീട്ടിൽ. മകൻ യാത്ര പറഞ്ഞ് പടിയിറങ്ങുമ്പോൾ മറ്റൊരു പ്രസവ വേദന അനുഭവിക്കുന്ന ഒരു മാലാഖയുണ്ട് വീട്ടിൽ. ഒടുവിൽ ആ ജീവിതം കളമൊഴിയുമ്പോൾ, അർത്ഥം മരിക്കുമ്പോൾ കരയുന്ന വീടും വാടിത്തളർന്ന പൂവുകളും പറയും, അമ്മയില്ലാത്ത വീടല്ല എന്ന്. ദൈവം നമ്മുടെ മാതാപിതാക്കളെ ദീർഘായുസ് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം തന്റെ വാചകങ്ങളെ അവസാനിപ്പിക്കുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസ് ശ്ലീഹ പറഞ്ഞതുപോലെ എൻ്റെ അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ഒരു കൽപ്പനയാകുന്നു. കർത്താവ് ഇക്കാര്യത്തിൽ ഉത്തമ മാതൃകയാണ്. മാതാവിൽ നിന്നാണ് യേശു പലതും പഠിച്ചത്. ആരാധനയിൽ അദ്ദേഹത്തെ പരിശീലിപ്പിച്ചതും നയിച്ചതും തിരുവെഴുത്തുകളിലെ സത്യങ്ങൾ പറഞ്ഞു കൊടുത്തതും ഈ പ്രിയ മാതാവായിരുന്നു. നാം നമ്മുടെ മാതാപിതാക്കളുടെ കടമ ഇന്ന് നിറവേറ്റുന്നുണ്ടോ? ചെലവിൽ പോലും കൊടുക്കാത്ത മക്കളില്ലേ? ഇൻഷുറൻസ് കിട്ടാൻ വേണ്ടി അമ്മയെ എടുത്ത് പുഴയിലേക്ക് എറിഞ്ഞ മക്കളില്ലേ? ഈ പലവിധമായ ഞെട്ടിക്കുന്ന വാർത്തകൾ ദിനം പ്രതി നമ്മൾ പത്രത്തിലൊക്കെ കാണുമ്പോഴും മാതാപിതാക്കളെ ശുശ്രൂഷിക്കുന്ന വലിയൊരു പദവിയായി കാണുന്ന ധാരാളം മക്കളെയും നമുക്ക് കാണുവാൻ കഴിയും. യോഹന്നാൻ ക്രൂശിൻ ചുവട്ട് നിൽക്കുന്ന മനുഷ്യൻ, ശിഷ്യന്മാരെല്ലാവരും ഓടിപ്പോയി. അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോകാമെന്ന് യോഹന്നാന്റെ സുവിശേഷം 11:16 വിശുദ്ധ തോമസ് ശ്ലീഹ പറയുക. അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം. എല്ലാവരും നെങ്കിലിടറിയാലും ഞാൻ ഒരു നാളും ഇടറുകയില്ല എന്ന് പറഞ്ഞ പത്രോസും എല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി.
മത്തായി ശ്ലീഹ 26:86 പറയുന്നു, ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി. ഇവിടെ യോഹന്നാനും ഓടിപ്പോയി, പിന്നെ തിരിച്ച് വന്നു. താൻ ഓടിപ്പോയത് വലിയ അപരാധമായി കണ്ട ശിഷ്യൻ ഇപ്പോൾ ഇതാ ക്രൂശിന്റെ ചുവട്ടിൽ ഭയരഹിതനായി നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ ഈ ക്രൂശിനെ, കർത്താവിനെ വിട്ട് ഓടിപ്പോയിട്ടുണ്ട്. മദ്യത്തിനും മയക്കുമരുന്നിനും വെറുക്കോത്തുകൾക്ക് വരെയായി ജീവിതം തകർന്നുപോയ അനേകം മനുഷ്യർ നമ്മുടെ മുമ്പാകെ ഉണ്ട്. ബുദ്ധിമുട്ടുകളുടെ, പ്രയാസങ്ങളുടെ മധ്യേ, പ്രതികൂലങ്ങളുടെ മധ്യേ ഈ ക്രൂശിനെ വിട്ട് ഓടിപ്പോയതായ അനേക മനുഷ്യർ കർത്താവിന്റെ ക്രൂശിൽ കിടന്നുകൊണ്ട് ക്ഷണിക്കുകയാണ്. നിത്യജീവൻ അവകാശിലായി തീരുവാൻ ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് മടങ്ങി വരുവാൻ. എല്ലാ ശിഷ്യന്മാരും ഓടിപ്പോയപ്പോഴും യോഹന്നാൻ ഓടിപ്പോയിട്ട് പശ്ചാത്തപിച്ച് തിരികെ വരികയാണ്. ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഭയരഹിതനായി നിൽക്കുന്ന ഒരു മനുഷ്യനെയാണ് യോഹന്നാനിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. നാം യേശുവിനെ വിട്ട് ഓടിപ്പോയിട്ടുണ്ടോ എങ്കിൽ തിരികെ വരുവാൻ യോഹന്നാൻ നമ്മെ പഠിപ്പിക്കുന്നു. പതിറ്റാണ്ടുകൾ പതിരായി ജീവിക്കുന്നതല്ല, ഒരു ദിവസമെങ്കിലും നല്ലതായി ജീവിക്കുന്നതാണ് എന്ന തിരിച്ചറിവായിരിക്കാം നമ്മെ ഓരോരുത്തരെയും ഈ ക്രൂശിലേക്ക് അടുപ്പിക്കുന്നത്. തൻ്റെ അമ്മയോടുള്ള യോഹന്നാൻ തിരിച്ചു വന്നപ്പോൾ തൻ്റെ അമ്മയോടുള്ള ബന്ധത്തിൽ തൻ്റെ സ്ഥാനം ഏറ്റെടുക്കുവാൻ യേശു ആവശ്യപ്പെടുന്നു. ഇതാ മറിയാമിൻ്റെ മകനായും സംരക്ഷകനുമായി ഇരുന്ന വലിയ പദവി യോഹന്നാന് ലഭിച്ചു. നമ്മോടും യേശു ആവശ്യപ്പെടുന്നു, തിരികെ വരിക, ഈ ക്രൂശിന്റെ ചുവട്ടിലേക്ക് വരിക. യോഹന്നാനെ പോലെ വലിയൊരു പദവി നമ്മളെ കാത്തിരിക്കുന്നു. ആ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് യോഹന്നാനെ പോലെ ആ വലിയ പദവി ഏറ്റെടുക്കുവാനായിട്ട് നമുക്ക് കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു.